Hello dears, I am your teacher Amma and welcome back to my easy English class. Today I am going to teach you about the articles. Let's go to the class. Dear students, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ആർട്ടിക്കിൾസിനെ കുറിച്ചാണ്. ആർട്ടിക്കിൾസിനെ കുറിച്ച് പഠിക്കും മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് അക്ഷരമാല. അതിൽ 26 ലെറ്റേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എ, ബി, സി, ഡി, ഇ നമുക്കിവിടെ എഴുതാം. ഇ, എഫ്, ജി, എച്ച്, ഐനെ നമുക്കിവിടെ എഴുതാം. ജെ, കെ, എൽ, എം, എൻ, ഒനെ നമുക്കിവിടെ എഴുതാം. പി, ക്യു, ആർ, എസ്, ടി, യുവിനെ നമുക്ക് ഇവിടെ എഴുതാം. വി, ഡബ്ല്യു, എക്സ്, വൈ ആൻഡ് സെഡ്. ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റാണ്. പക്ഷെ ചില അക്ഷരങ്ങളെ ഞാൻ ഇപ്പോൾ ഇപ്പുറത്തേക്ക് എഴുതി, ഈ വശത്തേക്ക് എഴുതി. ഇവരെ നമ്മൾ വവൽസ് എന്ന് പറയുന്നു. വവൽസ്. ഇവരെ നമ്മൾ കോൺസണൻസ് എന്ന് പറയുന്നു. അപ്പോൾ 26 ലെറ്റേഴ്സിലെ 5 പേരിങ്ങോട്ട് മാറിയിട്ടുണ്ട്. എ, ഇ, ഐ, ഒ, യു. ഇവരെ നമ്മൾ വവൽസ് എന്ന് പറയുന്നു. ബാക്കിയുള്ള ഈ അക്ഷരങ്ങളെ കോൺസണൻസ് എന്നും പറയുന്നു. ഡിയർ ചിൽഡ്രൻ, എ, ആൻ ആൻഡ് ധ ആർ നോൺ ആസ് ആർട്ടിക്കിൾസ്. എയും ആനും ധായും ആർട്ടിക്കിൾസ് എന്ന് അറിയപ്പെടുന്നു. ഇതിൽ എയും ആനും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആണ്. ധ എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആണ്. ഇനി ഇവരെക്കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാം. എ, ഇ, ഐ, ഒ, യു എന്നിവ വവൽ സൗണ്ട് ആണെന്ന് പഠിച്ചല്ലോ. ഈ അക്ഷരങ്ങൾ വരുന്ന വാക്കുകളുടെയൊക്കെ മുമ്പിൽ നമ്മൾ ആൻ ആണ് ഉപയോഗിക്കുക. ആൻ ആണ് ഉപയോഗിക്കുക. ബാക്കി കോൺസണന്റ് ആയി വരുന്ന അക്ഷരങ്ങൾ മുന്നിൽ വരുന്ന വാക്കുകളുടെയൊക്കെ മുമ്പിൽ എയും നമ്മൾ ഉപയോഗിക്കുന്നു. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഇതിന് മാറ്റം ഉണ്ടായിരിക്കും. അതും നമുക്ക് പഠിക്കാം. ഇവിടെ നോക്കൂ. എ പെൻ, എ ബുക്ക്, എ ഡോഗ്, എ വില്ലേജ്, എ ഹൗസ് ആൻഡ് എ സ്റ്റുഡൻറ്. ഇവിടെയുള്ള ഈ നൗണുകളൊക്കെ സിംഗുലർ ആണ്. ശ്രദ്ധിച്ചുവോ? ഒരു പേന, ഒരു ബുക്ക്, ഒരു നായ, ഒരു ഗ്രാമം, ഒരു വീട്, ഒരു വിദ്യാർത്ഥി. ഇവിടെ എല്ലാം നൗണുകൾ എന്താണ്? സിംഗുലർ ആണ്. ഒരാളാണ്. ഒരാൾ വരുമ്പോഴാണ് നമ്മൾ എ എന്ന ലെറ്റർ ഇതിൻ്റെ മുന്നിൽ ഉപയോഗിക്കുന്നത്. ഇതിനിവിടെ അർത്ഥം ഒന്ന് എന്നാണ്. ഒരു പേന, ഒരു ബുക്ക്, ഒരു നായ, ഒരു ഗ്രാമം, ഒരു വീട്, ഒരു സ്റ്റുഡൻറ്. ഈ ആൻ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് അർത്ഥം. പക്ഷേ കോൺസണന്റ് സൗണ്ടിൻ്റെ മുമ്പിൽ നമ്മൾ ആൻ ഉപയോഗിക്കില്ല. വവൽസിൻ്റെ അല്ലെങ്കിൽ വവൽ സൗണ്ട് വരുന്ന വാക്കുകളുടെ മുമ്പിലാണ് ആൻ ഉപയോഗിക്കുക എന്ന് പ്രത്യേകം പഠിക്കുമല്ലോ. ഇവിടെ നോക്കൂ കൂട്ടുകാരെ. എ യൂണിവേഴ്സിറ്റി. ഇവിടെ വവലാണ് വന്നിരിക്കുന്നത്, യു. പക്ഷേ സൗണ്ട് കോൺസണന്റിൻ്റെ ആണ്. അതുകൊണ്ട് നമ്മൾ എ ആണ് ഇവിടെ ഉപയോഗിച്ചത്. എ യൂണിവേഴ്സിറ്റി എന്നാണ്. അപ്പോൾ കോൺസണന്റ് സൗണ്ടിൻ്റെ മുമ്പിൽ എ ഉപയോഗിക്കും. എ ഉപയോഗിക്കാവൂ. ഇത് വവ്വലാണെങ്കിലും സൗണ്ട് നോക്കിയാണ് നമ്മൾ എ ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ഇവിടെ നോക്കൂ. യൂറോപ്യൻ. ഇവിടെ ഇ എന്ന വവ്വലിൻ്റെ മുമ്പിൽ ആൻ ആണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ നമ്മൾ എ ഉപയോഗിച്ചു. കാരണം ഈക്ക് ശബ്ദം യായാണ്. ഇവിടെ നോക്കൂ. എ വൺ വേ.
ഇവിടെയും ഓ എന്നുള്ളത് വവ്വലാണെങ്കിലും സൗണ്ട് വായാണ് വരുന്നത്, കോൺസണന്റ് ശബ്ദമാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ എ ഉപയോഗിച്ചു. ഇവിടെ നോക്കൂ, യൂണിഫോം, ഇവിടെ കോൺസണന്റ് ശബ്ദം യായാണ് വരുന്നത്. അതുകൊണ്ട് എ ഉപയോഗിച്ചു. എ യൂണിയൻ, ഇവിടെയും വവ്വൽ അക്ഷരമാണ്, യു ആണ്, എങ്കിലും സൗണ്ട് കോൺസണന്റിൻ്റെ ആയതുകൊണ്ട് എ ഉപയോഗിച്ചു. അപ്പം ഇത് പ്രത്യേകം നിങ്ങൾ പഠിക്കണം. എ, ഇ, ഐ, ഒ, യു എന്ന വവൽ സൗണ്ടുകൾക്ക് മുമ്പിലാണ് ആൻ ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ള കോൺസണന്റ് സൗണ്ടുകളുടെ മുമ്പിലാണ് നമ്മൾ എ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾസ്, എ പെൻ, എ ബുക്ക്, എ ഡോഗ്, എ വില്ലേജ്, എ ഹൗസ്, എ സ്റ്റുഡൻറ്, എ യൂണിവേഴ്സിറ്റി, എ യൂണിഫോം, എ യൂണിയൻ, എ യൂറോപ്യൻ ആൻഡ് എ വൺ വേ. ഇനി നമുക്ക് ആനിനെ കുറിച്ച് പഠിക്കാം. ഇത് രണ്ടും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആണ്. എയിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ആനിനെ കുറിച്ചും അതെവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നും നോക്കാം. ആൻ ഉപയോഗിക്കുന്നത് നോക്കൂ, ഐ, എ, യു വവൽ സൗണ്ടുകളുടെ മുമ്പിൽ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ആൻ ഇന്ത്യൻ, ഇ വവൽ സൗണ്ട് ഇ. ആൻ ഇഡിയറ്റ്, ഐ വവൽ സൗണ്ട്. ആൻ അമേരിക്കൻ, ആ വവൽ സൗണ്ട്. ആൻ അംബ്രല, ആ ആണ് ഇവിടെ വരുന്നത്, യു അല്ല. ഉംബർല എന്നല്ല, ആയാണ് വരുന്നത്, വവൽ സൗണ്ടാണ് വരുന്നത്. അതുകൊണ്ട് ആൻ ഉപയോഗിച്ചു. അപ്പോൾ ആൻ വവൽ സൗണ്ടുകളുടെ മുമ്പിൽ ഉപയോഗിക്കുന്നു എന്ന് പ്രത്യേകം പഠിക്കുക. എ കോൺസണന്റ് ശബ്ദങ്ങളുടെ സൗണ്ടുകളുടെ മുമ്പിൽ ഉപയോഗിക്കുന്നു. ആൻ വവൽ സൗണ്ടുകളുടെ മുമ്പിൽ ഉപയോഗിക്കുന്നു. ഇവിടെ നോക്കൂ, ആൻ അവർ, ആൻ ഓണർ. ഇവിടെ എച്ച് സൈലന്റ് ആണ്. ആൻ അവർ, ആയാണ് ഉപയോഗിക്കുന്നത്. ആ ഏത് ശബ്ദമാണ്? യെസ്, ആ വവൽ സൗണ്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ ആൻ ഉപയോഗിച്ചത്. ശരിക്കും ഇത് കോൺസണന്റ് ലെറ്റർ അല്ലേ, ഇവിടെ എ അല്ലേ ഉപയോഗിക്കേണ്ടത് എന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷേ ഇതിൻ്റെ സൗണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെയും പിന്നെയും പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. വവൽ സൗണ്ടുകളുടെ മുമ്പിലാണ് ആൻ ഉപയോഗിക്കുന്നത്. അവർ, ഓണർ, ഓ വവൽ സൗണ്ട്. അപ്പോൾ ഇത്തരം വാക്കുകളുടെ മുന്നിലുള്ള അക്ഷരം കോൺസണന്റ് ആണെങ്കിലും സൗണ്ട് വവൽ ആയതുകൊണ്ട് നമ്മൾ ആൻ തന്നെയാണ് ഉപയോഗിക്കേണ്ടത് എന്നും കൂടി പഠിക്കുമല്ലോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പഠിച്ചത് ആർട്ടിക്കിൾസ് ആണ്. ആർട്ടിക്കിൾസിൽ ആൻ, എ, ദ, എ ആൻഡ് ദ എന്നീ 3 വേർഡുകളാണ് പഠിച്ചത്, ആർട്ടിക്കിൾസ് ആണ് പഠിച്ചത്. വവൽ സൗണ്ടുകളുടെ മുമ്പിലാണ് ആൻ ഉപയോഗിക്കുന്നത്. കോൺസണന്റ് സൗണ്ടുകളുടെ മുമ്പിലാണ് എ ഉപയോഗിക്കുന്നത്. എ എന്ന് പറഞ്ഞാലും ആൻ എന്ന് പറഞ്ഞാലും ഒന്ന്, ഒരു. അത് സിംഗുലർ നൗൺസുകളുടെ മുമ്പിലാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ അല്ല, ഒന്നിൻ്റെ മുമ്പിലാണ് നമ്മൾ ഇത് രണ്ടും ഉപയോഗിക്കുന്നത്. ഇവ രണ്ടും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്ന് അറിയപ്പെടുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ധ അല്ലെങ്കിൽ ദി എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിളുമായി കാണാം. Dear children, A, E, I, O, U are known as vowels and the remaining letters are known as consonants. A, an and the are articles, are known as articles. A and an are indefinite articles and the is known as definite articles. We use A in the front of consonant sounds and we use an in the front of vowel sound. Dear friends, what I am going to talk about here today is my trip to പറമ്പിക്കുളം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ പറമ്പിക്കുളത്തേക്കുള്ള യാത്രയെ കുറിച്ചാണ്. I like traveling. എനിക്ക് യാത്രകൾ ഇഷ്ടമാണ്. പറമ്പിക്കുളം is a tiger reserve and wildlife sanctuary. പറമ്പിക്കുളം എന്നത് കടുവാ സങ്കേതമാണ്,
വന്യമൃഗ സംരക്ഷണ കേന്ദ്രവും കൂടി ആണ്. ഇറ്റ് ഈസ് ഹോം ടു ന്യൂമറസ് ആനിമൽ സ്പീഷീസ്. ഇത് പലതരത്തിലുള്ള ജീവികളുടെയും ആവാസ കേന്ദ്രമാണ്. ദ ബിഗ്ഗസ്റ്റ് ടീക്ക് ട്രീ കന്നിമര ഈസ് ലൊക്കേറ്റഡ് ഇൻ പറമ്പിക്കുളം. ലോകത്തിലെ ഏറ്റവും വലിയ തേക്കായ കന്നിമരം സ്ഥിതി ചെയ്യുന്നത് പറമ്പിക്കുളത്താണ്. ഐ ഹാവ് ബീൻ ടു പറമ്പിക്കുളം ട്വൈസ്. ഐ ഹാവ് ബീൻ ടു പറമ്പിക്കുളം ട്വൈസ്. ഞാൻ 2 തവണ പറമ്പിക്കുളത്തേക്ക് പോയിട്ടുണ്ട്. ഐ ഓൾസോ ഗോട്ട് ടു ട്രൈ ട്രൈബൽ ഫുഡ്. ഞാൻ അവിടെയുള്ള ആദിവാസികളുടെ ഫുഡും കഴിച്ചിട്ടുണ്ട്. ഇറ്റ് വാസ് വെരി ടേസ്റ്റി. ആ ഭക്ഷണം നല്ല സ്വാദുണ്ടായിരുന്നു. ഐ സോ തൂണക്കടവ് ഡാം ആൻഡ് ട്രൈബൽ ഡാൻസ്. ഞാൻ അവിടെ തൂണക്കടവ് ഡാമും ആദിവാസികളുടെ നൃത്തവും കണ്ടിട്ടുണ്ട്. ഐ റിയലി ലൈക്ക് ദാറ്റ് സൈലന്റ് ഫോറസ്റ്റ്. ഐ റിയലി ലൈക്ക് ദാറ്റ് സൈലന്റ് ഫോറസ്റ്റ്. എനിക്ക് ആ നിശബ്ദമായ കാട് ഒരുപാട് ഇഷ്ടമാണ്. Dear friends, can you describe about your journey? Okay, see you in the next class. Bye bye.